നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ നിങ്ങളോട് എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ എൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾക്ക് പുറത്തുനിന്ന് ഞാൻ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ രാഷ്ട്രീയം അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്. അത് എന്നെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഇടുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്ന ഒരു ദിവസമാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കപ്പെട്ടത്. അന്ന് പതിവ് പോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുകയായിരുന്നു. രാത്രി അദ്ദേഹം പൊട്ടിക്കരയുന്നത് കണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് ബാപ്പ കരയുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു എന്ന്. എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചതുപോലെ, അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ മരിച്ചതുപോലെ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടന്നപ്പോൾ കിട്ടിയ രാഷ്ട്രീയമാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നൽകുന്ന സ്വാതന്ത്ര്യം, അത് നൽകുന്ന സമത്വം, അത് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ആസ്വദിച്ചിട്ടുണ്ട്. പിന്നീട് പ്രവാസ ലോകത്തേക്ക് വരുന്നതിന് ശേഷമാണ് ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത്. പ്രത്യേകിച്ചും പ്രവാസകാലത്ത് നമുക്ക് രാഷ്ട്രീയം അവിടെയൊന്നും അലൗഡല്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പന്താവിൽ നിന്ന് മാറുന്നത്. അതിനുശേഷം പ്രവാസ ജീവിതം അവസാനിച്ച് വീണ്ടും തിരികെ നാട്ടിലെത്തിയ ഈ സമയത്ത് ഒരുപക്ഷെ രാഷ്ട്രീയത്തെക്കാൾ അപ്പുറമായിട്ട് ഇത്തരം മാധ്യമ ഇടപെടലുകൾ നടത്താനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചാനലുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ പ്രസ്ഥാനത്തിൻ്റെ വിജയം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനം 103 സീറ്റുകൾ നേടി, 102 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമ്പോൾ അത്യന്തം ആഹ്ലാദമുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നിഷ്പക്ഷത കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഷമാ മുഹമ്മദ് അവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ സാധാരണ ആളുകൾക്കൊപ്പം നിന്ന് വളരെ ആകാംക്ഷാപൂർവ്വം സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്ന ഒരു രംഗം ഞാൻ കാണുകയുണ്ടായി. ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വം, അവരെക്കുറിച്ച് എനിക്ക് അവർ സീറ്റ് കിട്ടാൻ ശ്രമിച്ചതിനെക്കുറിച്ചൊന്നും നല്ല അഭിപ്രായമില്ലെങ്കിൽ പോലും അവർ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന, സോഷ്യൽ മീഡിയയിലും ഒപ്പം ദൃശ്യമാധ്യമ രംഗത്തും കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവർ കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്ന ഒരു രംഗം പൊതുജനങ്ങൾക്കൊപ്പം വീക്ഷിക്കേണ്ടി വരുമ്പോൾ റിനി ആൻ ജോർജിനെ പോലെയുള്ള കോൺഗ്രസിനെ എപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുള്ള, കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം തീർത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശത്രുക്കൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുത്ത ഒരു വ്യക്തിത്വം VIP പാസ് നേടി നേതാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്ന് ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ട് വിഷമവും തോന്നിയിട്ടുണ്ട്. കാരണം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നത് കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനമായിരുന്നു. പ്രത്യേകിച്ചും പാർട്ടിയിലെ MLA മാരും മുൻ KPCC പ്രസിഡന്റുമാരിൽ അധികവും ഒരുപക്ഷെ K മുരളീധരൻ മാത്രമാണ് VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് ആവശ്യപ്പെട്ടത്. മറ്റ് മുൻ KPCC പ്രസിഡന്റുമാരൊക്കെ എതിരായിരുന്നു, MLA മാരെതിരായിരുന്നു VD സതീശന് മുഖ്യമന്ത്രിയാകുന്നതിന്, MP മാരെതിരായിരുന്നു. എന്നിട്ടും ജനങ്ങളുടെ ഒരു വികാരം മാനിച്ചാണ് AICC VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അതുപോലെയുള്ള കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വിശകലനം ചെയ്താൽ VD സതീശനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ VD സതീശൻ ധൃതിയിൽ തീരുമാനമെടുത്തു എന്ന പേരിൽ VD സതീശൻ്റെ മേലിൽ ഒരു ആരോപണം കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും അണികളുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നു. അതുപോലെ ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട് വലിയ ഒരു സൈബർ വിങ് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അവരെക്കാളൊക്കെയും VD സതീശന് പ്രാമുഖ്യം കിട്ടുന്ന ഒരു സന്ദർഭം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്തള്ളപ്പെടും എന്ന് തോന്നിയപ്പോൾ ഉണ്ടായി. അതായത് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറന്തള്ളിയതും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തിൻ്റെ നിർണായക സമയത്ത് പുറന്തള്ളിക്കളഞ്ഞതും ഒക്കെയും മറന്നുകൊണ്ട് VD സതീശന് വലിയ പിന്തുണ സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്തിരുന്നു. അതുപോലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണ്, KC വേണുഗോപാലിനൊപ്പമാണ് എന്നറിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ പോലും VD സതീശന് വേണ്ടി
ആക്രമിക്കപ്പെട്ടു. ഷാഫി പറമ്പലിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഒക്കെ വന്ന് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ വി ഡി സതീശനൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതായത് ഏത് കോൺഗ്രസ് നേതാവിനേക്കാളും ജനങ്ങളുടെ ഇടയിൽ വല്ലാത്ത സ്വാധീനം വി ഡി സതീശൻ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ സാധാരണ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ സാധാരണ അണികൾക്ക് റിനി ആൻറ്റി ജോണിനെ പോലെയുള്ള ആളുകൾ വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നത് വളരെ വലിയ വസ്തുതയാണ്. ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ വരുന്നുണ്ട്. വി ഡി സതീശൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും റിനി ആൻ ജോർജുമായിട്ടൊക്കെ നിന്നുള്ള ചിത്രങ്ങൾ വരുമ്പോൾ അത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരെ വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്കിഷ്ടപ്പെട്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വിവാദത്തിലേക്ക് തള്ളിവിട്ടു എന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വിവാദങ്ങളും വരികയാണ്. വി ഡി സതീശനെതിരെ പറവൂരിൽ മത്സരിച്ച ടൈസൺ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് സമാപന ജാഥയിൽ റിനി ആൻ ജോർജ് വളരെ ആഹ്ലാദവതിയായി ഇടതുപക്ഷ പ്രവർത്തകരോടൊപ്പം നീങ്ങുന്ന, പൊട്ടിച്ചിരിച്ചുകൊണ്ട് നീങ്ങുന്ന ചിത്രങ്ങളും വരുന്നുണ്ട്. അതായത് വി ഡി സതീശൻ പറവൂരിൽ പരാജയപ്പെട്ട് കാണുവാൻ ആഗ്രഹിച്ച വി ഡി സതീശൻ്റെ എതിരാളിയായിരുന്ന ടൈസൺ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായിരുന്ന റിനി ആൻ ജോർജ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വി ഡി സതീശനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള എൻ്റെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ അധികാരമേൽക്കുന്നു എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. ഒപ്പം കേരളത്തിലെ പ്രമുഖരായ എല്ലാ മന്ത്രിമാർക്കും ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനും എല്ലാ മന്ത്രിമാർക്കും ഒപ്പം നിന്ന് ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ഇടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വിഷമമുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് 2011 അധികാരത്തിൽ വന്നതിന് ശേഷം 10 വർഷം കഴിഞ്ഞാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സരിത എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. അവർ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ വിവാദങ്ങളുടെ മറ പിടിച്ചാണ് CPM 10 വർഷം കേരളത്തിൽ അധികാരത്തിൽ നിലനിന്നത്. അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് സെക്രട്ടേറിയറ്റിലൊക്കെ ആർക്കും കടന്നു കയറാം, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ കാണാം. അത് മുതലെടുത്തു വന്ന സരിത എന്ന സ്ത്രീയും ഗണേഷുമായിട്ടുണ്ടായ ചില ബന്ധങ്ങൾ, അത് ഒത്തുതീർക്കുവാൻ ഉമ്മൻചാണ്ടി ഇടപെട്ടത്, അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും പിന്നീട് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയാകുകയും പിന്നെ 10 വർഷം അത് കോൺഗ്രസിൻ്റെ അധികാരത്തിന് പുറത്തിരിക്കുന്നതിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്ത്രീജനങ്ങളുമായിട്ടുള്ള സമാഗമങ്ങളും മറ്റും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ശ്രദ്ധാപൂർവ്വം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശകലനം. മാത്രമല്ല, CPM-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇത്തരം സ്ത്രീകളെ വെച്ചുള്ള കഥകളാണ്. നമ്മൾ സന്ദേശം സിനിമയിൽ ശങ്കരാടി, CPM-ൻ്റെ താത്വികാചാര്യൻ്റെ റോള് ചെയ്യുന്ന ശങ്കരാടി പറയുന്നത് പോലെ അപ്പുറത്തെ സൈഡിൽ, അതായത് കോൺഗ്രസിൽ ചില നല്ല ചെറുപ്പക്കാരുണ്ട്, അവരെ ഏതെങ്കിലും തേങ്ങാമോഷണ കേസിലോ പെണ്ണ് കേസുകളിലോ പെടുത്തണം എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിൽ പ്രതിഭാസമ്പന്നരായ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് യുവനിരയുണ്ട്. കോൺഗ്രസിൻ്റെ റിസർവ് ബെഞ്ച് പോലും വളരെ ശക്തമാണ് എന്ന് പറയാം. കാരണം CPM-ൻ്റെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത്, യുവമുഖം എന്ന് പറയുന്നത് സ്വരാജാണ്. സ്വരാജാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂരിൽ സ്വന്തം ബൂത്തിൽ പോലും പിന്നോക്കം പോയ ആളാണ്. പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ച് അതല്ല. ഏത് ഇടത് കോട്ടയും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ശക്തമായൊരു യുവനിരയുണ്ട്. സൂരജ് ഉൾപ്പെടുന്ന, ആലപ്പുഴയിൽ മത്സരിച്ച് വിജയിച്ച AT തോമസ് ഉൾപ്പെടുന്ന വലിയൊരു വൻനിരയുണ്ട്. അവരൊക്കെയും ഇത്തരം കേസുകളിൽ കൊടുക്കപ്പെടാൻ ഇടതുപക്ഷം ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് സുരക്ഷയോടുകൂടി നീങ്ങുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.